മുടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റനായിട്ട് കെട്ടി ബാക്കിലേക്ക് വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഹെയർ ലൈൻ ബാക്കിലേക്ക് വരാം. ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഇത് യെസ്. എത്രമാത്രം സത്യമാണ്? സത്യമുണ്ട് ഉം. അതില്. ട്രാക്ഷൻ അലോപീഷ്യ എന്നാണ് ആ കണ്ടീഷന് പറയാ. ഉം. നമ്മളിങ്ങനെ ആ പ്രഷർ കൊടുത്ത് വലിച്ച് മുറുക്കി കെട്ടുമ്പോൾ ആ ഫ്രിക്ഷൻ വന്നിട്ട് അവിടെ ഹെയർ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉം. കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ആൺകുട്ടികൾക്ക് മിനോക്സിഡിൽ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല 30 വയസ്സിന് ശേഷം. എല്ലാവരും മുടി കൊഴിച്ചുള്ള മിനോക്സിഡിൽ സ്പ്രേ ചെയ്യും. പക്ഷേ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? മിനോക്സിഡിൽ അല്ലല്ലോ, ഫെനസ്റ്ററൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിനാണ് ഈ ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഫെനസ്റ്ററൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റ് വരാം. പക്ഷെ ഞാൻ എത്രയോ പേഷ്യൻസിന് കൊടുത്തതിൽ 1-2 പേഷ്യൻസിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും ആ ഒരു പ്രോബ്ലം വരണമെന്നില്ല. അതുപോലെ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടേ ഇപ്പോൾ ഫേസിലേക്ക് അതൊക്കെ ഉറുന്ന് വീണ് കഴിഞ്ഞാൽ ആ പിഗ്മെന്റേഷൻ വരാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇത് പിഗ്മെന്റേഷൻ അല്ല. മിനോക്സിഡിൽ നമ്മൾ ഫോർഹെഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർസ് വരുമ്പോൾ അതൊരു പിഗ്മെന്റേഷൻ പോലെ തോന്നുന്നുണ്ടാവും. അതല്ലാതെ മിനോക്സിഡിൽ പിഗ്മെന്റേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഓക്കെ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ആൺപിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ GFCനെ പറ്റി അറിയായിരിക്കും, PRPയെ പറ്റി അറിയായിരിക്കും. ഈ PRF എന്താന്ന് നമ്മൾ അധികം ആൾക്കാർ കേട്ടിട്ടില്ല. അതെന്താ ഇപ്പോൾ PRF എന്നുള്ള സംഗതി എന്താ? ആക്ച്വലി PRPന്റെ ഒരു മോർ അഡ്വാൻസ് വേർഷൻ എന്ന് പറയാം വേണമെങ്കിൽ. PRF അതിൻ്റെ ട്യൂബ്സ് ഡിഫറെൻ്റ് ആണ്. PRPയിലെ പ്ലേറ്റ്ലെറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്ലേറ്റ്ലെറ്റ്സ് നമ്മളെ ബോഡിയിലൊരു ഹീലിംഗ് പ്രോസസ്സിനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആ സ്ഥലത്തേക്ക് പോകുന്നു, ഗ്രോത്ത് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നു, അത് ഹീൽ ചെയ്യുന്നു. ഈ ഒരു പ്രോപ്പർട്ടി ഓഫ് പ്ലേറ്റ്ലെറ്റ്സിനെയാണ് നമ്മൾ ഈ PRP ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് PRP നമ്മളെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹെയറിനെ പുതിയ ഹെയർ വരാനും ഹെയറിൻ്റെ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ഇനി PRF എന്ന് പറയുന്നത് മോർ അഡ്വാൻസ്ഡ് മോർ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് PRP എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു നാച്ചുറൽ, അതിൻ്റെ ട്യൂബ്സ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആൻറ്റി കോയാഗുലൻ്റ് യൂസ് ചെയ്യില്ല. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യണം. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോ ആയിട്ട് നമ്മൾ സ്പിൻ ചെയ്യും, ഈ സെൻട്രിഫ്യൂഗേഷൻ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ്, മറ്റേ നോർമൽ PRP ആകുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് സ്പിൻ ചെയ്യും, ഇത് സ്ലോ ആയിട്ട് സ്പിൻ ചെയ്യും. അപ്പോൾ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് കിട്ടും. അതേസമയം ഇത് ആൻറ്റി കോയാഗുലൻ്റ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈബ്രിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് ആ ഫൈബ്രിനിൽ ഇങ്ങനെ കിടക്കും. ഇപ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പം 1-2 ദിവസം ആ പ്ലേറ്റ്ലെറ്റ്സ് ആ ഹെയർ ഫോളിക്കിൾസിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഒരു നോർമൽ PRP ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൗ ഫ്രീക്വൻ്റ്ലി ഇത് PRF നമ്മൾ ചെയ്യണം എന്നാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുക? സോ യൂഷ്വലി നമ്മൾ പറയുക ഫസ്റ്റ് ഒരു 6 വീക്സ് ഗ്യാപ്പിൽ ഒരു 3 സെഷൻസ് ചെയ്യുക. പിന്നെ 1 or 2 a year thereafter 6 monthsൽ ഓരോന്ന് ചെയ്യുക. അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി. ബിക്കോസ് ഹെയർ ഒരു സ്ലോ ഗ്രോയിങ് സ്ട്രക്ചറാണ്. പക്ഷെ ഞാൻ പല ക്ലിനിക്കിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല പേഷ്യൻസ് വന്ന് പറയും 6 PRP കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു, മാസത്തിലൊരിക്കൽ. അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ ചെയ്യുന്നതാണ്. അതിന് നമ്മളൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നു ഹെയർ ഫോളിക്കിളിന്, പിന്നെ അതിന് വളരാനുള്ളൊരു സമയം കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റിമുലേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. യെസ്. ഓക്കെ. അതിപ്പോൾ നമ്മളിപ്പോൾ മുടി കൊഴിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റേജ് 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഡയറക്റ്റ്ലി ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ പോകല്ലോ. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഹെയർ കറക്ഷൻ അല്ലേ, ഹെയർ ലൈൻ കറക്ഷൻ, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എക്സാക്ട്ലി. അതാണ് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും ഒരു കൺസിഡറേ ചെയ്യുന്നില്ല. പ്രൈസ് ഫാക്ടറിനേക്കാളും ഹെയർ ലൈൻ കറക്ഷന്, ഹെയർ ലൈൻ എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗിവ്സ് അത് നിങ്ങളിപ്പോൾ ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഹെയർ ലൈൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരു late 20s ചെയ്യുമ്പോൾ ഇങ്ങനെ ആ താഴ്ത്തി ഇങ്ങനെ വെക്കരുത് ഹെയർ ലൈനില്ലേ. അത് വെച്ച് ആസ് യു ഗ്രോ ഓൾഡർ ഈ ഹെയർ ലൈൻ ഇങ്ങനെ കയറി വരും. അപ്പൊ നിങ്ങളൊരു 30-40 years ആകുമ്പോൾ നോർമലി നിങ്ങൾ അങ്ങനെയായിരിക്കും വേണ്ടത്. ഓൾറെഡി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ അത് താന്ന് തന്നെ ഇരിക്കും. അപ്പൊ ഇറ്റ് ഗിവ്സ് എ വെരി അൺനാച്ചുറൽ ലുക്ക്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു നല്ല സെന്ററിൽ പോയിട്ട് ഈ ഹെയർ ലൈൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം ഒരു വ്യക്തി പോകേണ്ടത്.
അതിനാണ് ഗുഡ് റിസൾട്ട്സ് ഉണ്ടാവും. ഇനി അഗെയിൻ ഹെയർ ലൈനിൻ്റെ വരയ്ക്കുന്നത് കൂടാതെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെ വിട്ട് വിട്ട് വെക്കാതെ സഫയർ ടെക്നീക്ക് എന്ന് കേട്ടിട്ടില്ലേ, അതിലും കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിട്ട് വിട്ട് വെക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് എ വെരി അൺനാച്ചുറൽ ലുക്ക്. അത് അടുപ്പിച്ച് വെക്കുമ്പോൾ ആ ഹെയർ ലൈൻ വരയ്ക്കുന്നതും കറക്റ്റ് ആയിരിക്കണം, ആ ഡെൻസിറ്റിയും കറക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് ഇറ്റ് ഗിവ്സ് എ വെരി നാച്ചുറൽ ലുക്ക്. ഓക്കെ. ഈ നാനോ ഫാറ്റ് ടെക്നോളജി ട്രീറ്റ്മെന്റ് എന്താ, അതായത് അതെങ്ങനെയാണ് PRP-യേക്കാൾ ബെറ്റർ ആവുന്നതെന്നാണ് പറയുക? നാനോ ഫാറ്റ് എന്ന് പറയുന്നത് ഈവൻ ദോ വി സേ നാനോ ഫാറ്റ്, പക്ഷേ നമ്മൾ ഫാറ്റിൻ്റെ ഇടയിലുള്ള സ്റ്റെം സെൽസിനെയാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട്. അത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സർജൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ലൈപ്പോസക്ഷനിൽ ഇങ്ങനെ ഫാറ്റ് എടുക്കുന്നത്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-100 ലിറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. ഒരു ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു 10 ml ഓഫ് ഫാറ്റാണ് നമ്മൾ വലിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ആ ഫാറ്റിലുള്ള സ്റ്റെം സെൽ എടുക്കുന്നു. അപ്പോൾ ഒരു PRP നിങ്ങൾ 4-6 പ്രാവശ്യമൊക്കെ ചെയ്യുന്നതിന് പകരം ഈ നാനോ ഫാറ്റ് ചെയ്യുമ്പോൾ വർഷത്തിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. അതേസമയം ഈ സ്റ്റെം സെൽ കൂടുതൽ ഉണ്ടല്ലോ ഇതിനകത്ത്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഹെയറിൻ്റെ ഗ്രോത്തിനെ ഒന്നും കൂടി നന്നായി ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും ഈ നാനോ ഫാറ്റ്. ഓക്കെ. നാനോ ഫാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നാനോ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മൾ PRPയിൽ ബ്ലഡ് എടുക്കുന്ന ലാഘവത്തോടെ നാനോ ഫാറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ആയിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത്. സംഭവം ഭയങ്കര സിമ്പിൾ ആണെങ്കിലും അത് ഈ നാനോ ഫാറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് വേണം പോയി ചെയ്യാനായിട്ട്. ഓക്കെ. യൂഷ്വലി നമ്മൾ കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യാറില്ലേ, പിഗ്മെന്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് പോയി ചെയ്യുമല്ലോ. ഈ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ടോ? സ്കിന്നിന് കുറെ കാലം കഴിയുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആക്കുമോ? യെസ്, കെമിക്കൽ പീല് ഞാനൊരു പ്രൊമോട്ടറേ അല്ല. ആസ് എ ഡെർമറ്റോളജിസ്റ്റ്, ഈവൻ ദോ എല്ലാ പേഷ്യൻസിനും കെമിക്കൽ പീല് മതി. കാരണം കുറച്ചുകൂടി ഇൻവേസീവ് ആയിട്ട് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് വേണ്ട എനിക്ക് കെമിക്കൽ പീൽ ചെയ്താൽ മതി, സിമ്പിൾ അല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ സ്കിന്നിന് ഇതിങ്ങനെ ഒരു ലെയർ പൊളിച്ച് കളയല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ വേണം. നമ്മളെ കാലാവസ്ഥയ്ക്ക് നമ്മളൊരു നല്ല സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ അഗ്രസീവായിട്ട് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പിഗ്മെൻറ്റേഷന് വന്ന ആളാണെങ്കിലും അത് ഇമീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ഗ്ലോവും ഇതൊക്കെ വന്നേക്കാം. പക്ഷേ ലേറ്റർ അത് ഒരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് വിപരീത വല്ലാതെ ചെയ്യാം, കൂടുതൽ പിഗ്മെന്റേഷൻ വരാം, റിസ്ക് ഉണ്ട് അങ്ങനത്തെ കെമിക്കൽ പീല് ചെയ്യുമ്പോൾ. ഓക്കെ. ഈ അടുത്ത കാലത്തിൽ നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ കൊറിയൻ സ്കിൻ കെയർ റൊട്ടീൻ, അതുപോലെ തന്നെ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളുടെ അരിയിലേക്ക് വരുന്നുണ്ട്. ഈ കൊറിയൻ സ്കിൻ കെയർ അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും വർത്ത് ആണോ, അല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് ഗിമിക്സ് മാത്രമാണോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൊറിയൻ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ദർ ആർ ഗുഡ് പ്രോഡക്ട്സ് കൊറിയൻ സ്കിൻ കെയർ. പിന്നെ കൊറിയയിലുള്ള സ്കിന്ന് പോലെ, കൊറിയൻസിൻ്റെ സ്കിന്ന് പോലെ ഒരു മലയാളി എക്സ്പെക്ട് ചെയ്യരുത്. അവരെ സ്കിന്ന് ടൈപ്പും നമ്മുടെ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണല്ലോ. അവർക്ക് ആ ഒരു ബ്ലെമിഷസ് ഒന്നും ഇല്ലാത്ത, ബ്ലാക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാതെ, അവർ ഓപ്പൺ പോസ് ഒക്കെ ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു ഗ്ലാസ് ലൈക്ക് ഒരു ഗ്ലാസി ലുക്കാണ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു മലയാളി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിസൾട്ട് അത് പ്രതീക്ഷിക്കണ്ട. പക്ഷേ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പൊ ചില പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് നമ്മളിവിടെ മാർക്കറ്റിൽ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന കേൾക്കാം നമ്മൾ, പാരബൻ ഫ്രീ പ്രൊഡക്ട്സ്, സൾഫേറ്റ് ഫ്രീ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് ശരിക്കും ബോത്താണോ? ഇങ്ങനത്തെ പ്രോഡക്ട്സ് കുറച്ചും കൂടി ഒരു സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ അലർജിയൊക്കെ വരാം. അങ്ങനത്തെ ആൾക്കാർ അത് അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ്, അതില്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ ആൾക്കാരും അത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് യൂസ് ചെയ്യുമ്പം ഈ ഡെഡ് സ്കിൻ അക്യുമുലേഷൻ പോവില്ല. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചില പേഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ സലൂൺസ് ഇങ്ങനെ സൾഫേറ്റ് ഫ്രീ ഷാംപൂയെ യൂസ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ അവരുടെ ഡാൻഡ്രഫ് എപ്പോഴും കൂടിയതായിട്ട് കാണാറുണ്ട്. പണ്ടൊക്കെ കേളി ഹെയർസ് ഒട്ടും ട്രെൻഡ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഈയിടെ ആയിട്ട് കേളി ഹെയർസ് ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടാണ് അവരെ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈലിംഗ് ചെയ്യുക, അവർ കേളിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് വീക്ക്ലി ത്രൈസും അതുപോലെ തന്നെ 4 തവണയും 5 തവണയൊക്കെ അവർ ഈ കേളിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റൈൽ ചെയ്യുന്ന കാണാം. ഈ കേളിംഗ് പ്രൊഡക്ട്സും വെച്ചിട്ട് അധികം സ്റ്റൈൽ ചെയ്യുന്നത് കൊണ്ടേ, ഇപ്പൊ കെമിക്കൽസ് ആണല്ലോ, അത് ഓവർ യൂസ് ചെയ്യുന്നത് കൊണ്ട്
ഹെയർ ടെക്സ്ചറിന് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഹെയർ ഒരു ഡെഡ് സ്ട്രക്ചറാണ്. അതിന്റെ മേലെ നമ്മളിപ്പോൾ സ്റ്റൈല് ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതിപ്പോൾ അബ്സോർബ് ചെയ്യുന്നില്ലല്ലോ ബോഡിയിലേക്ക്. നമ്മൾ സ്കാൽപ്പിൽ അത് അപ്ലൈ ചെയ്ത് അത് അബ്സോർബ് ചെയ്യുമ്പോഴേക്കല്ലേ ഒരു കെമിക്കൽ അബ്സോർപ്ഷൻ വരുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു ഹെയറിനകത്ത് സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല.